നിലവിലിപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഈ മരണപ്പെട്ടിരിക്കുന്ന രാജേഷിന്റെ കുടുംബവുമായി ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ ഡിവൈഎസ്പിയും ഒക്കെ തന്നെയും സംസാരിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇവർ ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ബന്ധുക്കളോട് അവിടെ വന്നിരിക്കുന്നവർ കയർക്കുന്നത് എന്തിനാണ്? അവരാരാണ്? അരുൺ, ഈ ആശുപത്രി ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാര്, പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ അടിക്കുകയാണ് മെയിൻ പരിപാടി. ഈ ആശുപത്രിയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഡോക്ടറുണ്ട്, ആ ലേഡി ഡോക്ടർ CPM-ന്റെ അരിവാൾ ചിക്കിരി വെച്ചാണ് ചികിത്സ. ഇങ്ങനെയുള്ള ആശുപത്രിയാണത്. ഇത് CPM ഇവിടെ ഗുണ്ടായിട്ടാണ് ഈ ആശുപത്രി. ഈ 3 വർഷത്തിനിടെ ഈ ആശുപത്രിയിൽ 8-10 ജീവനുകൾ പൊടിക്കുന്നു. ഞങ്ങൾ എത്ര സമരമായിട്ട് ഇവിടെ വന്നു, അദ്ദേഹം പറയുന്നത് കേട്ടില്ലല്ലോ. അരുൺ, ഇവിടെ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ ചേർന്നാണ് ആശുപത്രിയിൽ ഭരണം നടത്തുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അയാൾ അടക്കമുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ഒരു കാര്യവും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാക്കേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കുന്നത്. അതാണ് അരുൺ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് സംസാരിച്ച നമുക്ക് പ്രതികരണം തന്ന ആള് CPM-ന്റെ പ്രതിനിധിയാണ്. അവർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് അവർ തമ്മിൽ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് തന്നെ ഇവർ വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആണെങ്കിലും അതുപോലെ തന്നെ BJP-യുടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ പ്രദേശവാസികളാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മാധ്യമങ്ങൾ എത്തുകയും ഇത്തരത്തിൽ അവരോട് പ്രതികരണം തേടുകയും ഒക്കെ ചെയ്തത്. ആ സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നതൊക്കെ കള്ളമാണ്. മരിച്ചയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ ഇപ്പോഴും? മരിച്ച ആളുടെ ബന്ധുക്കൾ ഇത്രയും സമയം അവർ അകത്താണ് ഉണ്ടായിരുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം നമ്മൾ നോക്കുന്നുണ്ട്. കാരണം അവരുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് വീട്ടിലേക്ക്. നമുക്ക് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകാം. ചേട്ടാ, മൃതദേഹം കൊണ്ടുപോകുവാണോ? കൊണ്ടുപോകുവാണോ? ഇല്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുപോകാന്നുള്ള തീരുമാനത്തിലാണ്. അതാണ് ഇപ്പൊ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുപോവാം. എന്തായിരുന്നു സംഭവം ഞാൻ മേഡത്തിന് പറഞ്ഞിരുന്നല്ലോ. സൂപ്രണ്ടിന്റെ വിശദീകരണത്തിൽ തൃപ്തനാണോ? സൂപ്രണ്ട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തൃപ്തനാണല്ലോ. അവരെ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അടുത്ത സമര പരിപാടി നമ്മുടെ ഇല്ലല്ലോ പോസ്റ്റ്മോർട്ടം അത് അവർ ചെയ്യും, പ്രൊസീജർ ചെയ്യും. ഒരു മിനിറ്റ്, ഞാൻ എന്താ തീരുമാനം എടുക്കും. അല്ലെങ്കിൽ നമ്മളെ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ശക്തമായിട്ട് പ്രതികരിക്കും. അത്രയേ ഉള്ളൂ. കാരണം അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുകയാണ്. അരുൺ, അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷമേ മൃതദേഹം കൊണ്ടുപോകൂ എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച അദ്ദേഹമാണ് ഈ രാജേഷിനെ ഇന്ന് വൈകുന്നേരം ഇവിടേക്ക് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നത്. നെഞ്ചുവേദനയായിരുന്ന സമയത്ത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുകയും രാജേഷിന്റെ മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ കാര്യത്തിൽ തങ്ങൾ തൃപ്തരാണ്. ഇനി നടപടി ഉണ്ടാകാത്ത പക്ഷം കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർ ഈ പറയുന്ന അകത്തേക്ക് കയറ്റിവിടാതിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ നേരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷനാണ്. അന്വേഷണം തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ CCTV-കളൊക്കെ തന്നെയും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര സമയം ക്യൂ നിന്നു, അങ്ങനെ ഒരു വീഴ്ചയാണോ ഉണ്ടായെന്നതടക്കം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് മറ്റ് നടപടികളിലേക്ക് നിർഭാഗ്യകരമായ സംഭവമാണ്. ക്യൂ നിൽക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. 52 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സാന്ത്വന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഈ സംഭവം. അതിനിടയിൽ